നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാ ചെയ്യാറ്. ഉളപ്പില്ലാതെ നോണ പറയണ പേരോടെ അന്തസ് എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ പേരോടെ ഒരു വെല്ലുവിളിയാണ്. നെല്ലിക്കുത്തിന്റെ കുത്തുബ അതാണല്ലോ ഇപ്പൊ നിങ്ങളെ കുത്തുബ, അല്ലെങ്കിൽ നബാത്തി കുത്തുബ, അതല്ലെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓതുന്ന ഏതെങ്കിലും കുത്തുബ ദ്വാന്റെ ഏട് ഇതെടുത്തിട്ട് മൊത്തം മനുഷ്യന്മാർക്ക് ഹിദായത്ത് കൊടുക്കണേ, എല്ലാ മനുഷ്യന്മാർക്കും ഹിദായത്ത് കൊടുക്കണേ എന്നുള്ള ഒരു ദ്വാ ഉളുപ്പുണ്ടെങ്കിൽ, അന്തസ് ഉണ്ടെങ്കിൽ, ഇനി പേരോട് അന്തസ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാ പോട്ടെ, അന്തസ് നിങ്ങളെ മതത്തിലുണ്ട് എന്നുള്ള തോന്നലുള്ള ഏതെങ്കിലും ഒരുത്തൻ കൂട്ടത്തിലുണ്ടെങ്കിൽ അജ്ജാതി ഒരു ദ്വയങ്ങളൊന്ന് കാണിച്ചെന്നാണ്. ഗ്യാപ്പിലൂടെ നുണ പറഞ്ഞ തീരുക. പേരോട് ഓർത്ത് വെച്ചതാണ് വെല്ലുവിളി. അന്തസ് ഉണ്ടെങ്കിൽ അന്തസ്സുള്ള മതത്തിന്റെ നമ്മൾ ദ്വാരക്കല് എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാ ചെയ്യാറ്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ് അല്ലേ, മറ്റേ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. പണ്ട് നാട്ടികമൂലര് കാന്തപുരത്തിനെ പറ്റി പറഞ്ഞിനി, ഫതുഹുൽ മൊയ്ന് പോലും മറന്ന ആ സാധു. ഇത് കണ്ടപ്പോ എനിക്ക് പേരോടിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത് ഫത്താവൽ ഹദീസിയെ പോലും മറന്ന ആ സാധു എന്ന് പറയാനാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഫത്താവൽ ഹദീസിയെങ്കിലും നോക്കിയാണെങ്കിൽ ഈ ജാതി ബണ്ടൽ പൊട്ടിക്കൂല. അങ്ങനെ പ്രാർത്ഥിക്കലുണ്ടോ? അങ്ങനെ ഇസ്ലാമിൽ പ്രാർത്ഥിക്കാൻ പാടണ്ട മൂല്യാരെ നിങ്ങൾ പറയേ. എന്നാൽ എന്റെ ഭാഗ്യം കൂടി ഒരു വെല്ലുവിളി ഉണ്ട്. ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ കുത്തുബന്റെ ഏടാണ്. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിനോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും കൂടിയാണ് വെല്ലുവിളി. ഈ ഒരു കുത്തുബന്റെ ഏടില് ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്ന ഒരൊറ്റ ദുആങ്ങളൊന്ന് കാണിച്ചു തരുമോ? ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരണം എന്ന് പറയുന്നത് ഇനി ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദുആന്റെ മുറി ആയാലും മതി. എന്നാൽ അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വെല്ലൂരിൽ നിന്നുള്ള സനതുള്ള മുടിവാള 2 കുപ്പി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരും.